السلام عليكم ورحمة الله وبركاته. إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم. أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹാദരരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹുവിനെ സദാ സൂക്ഷിച്ച് പരമാവധി അല്ലാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നമ്മൾ ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു മരണം വരെ തഖ്വ പരിപാലിച്ച് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കാനും തഖ്വയോടെ മുത്തഖികളായി ഈ ലോകത്തോട് വിട പറയാനും മുത്തഖികൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ച അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം, നമ്മുടെ ഇണകളോടൊപ്പം, നമ്മുടെ മക്കളോടൊപ്പം അല്ലാഹു ഇതുപോലെ നമ്മെ ഓരോരുത്തരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ, ആ സൂറത്തിന്റെ 12ാമത്തെ വചനമാണ് ആമുഖമായി ഞാൻ ഓതിക്കേൾപ്പിച്ചത്. വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, തീർച്ചയായും നാം തന്നെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. വനക്തുബു മാ ഖദ്ദമു വആസാറഹും, അവർ മുൻകൂട്ടി ചെയ്തു വെച്ചതും ആ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങളും നാം എഴുതി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ, എല്ലാ കാര്യങ്ങളും വ്യക്തമായ ഒരു രേഖയിൽ നാം നിജപ്പെടുത്തി വെച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും ഈ ദുനിയാവിലെ ജീവിതത്തിൽ എത്ര കാലമാണ് നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുക എന്ന് അല്ലാഹു കൃത്യമായി രേഖപ്പെടുത്തി നിർണയിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇന്നോ ഇന്നലെയോ നടന്ന ഒരു കാര്യമല്ല. പകരം നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ 40 ദിവസങ്ങൾ പിന്നിടുമ്പോൾ അലഖ എന്ന രക്തക്കട്ടയായി, ശേഷം മുദഗ എന്ന മാംസപിണ്ഡമായി, അവിടെ നിന്ന് ഏതാനും ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഒരു മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ച് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ 4 കാര്യങ്ങളെ
അവിടെ തീരുമാനിക്കപ്പെടുന്നുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും അജൽ അഥവാ അവധി എന്ന് പറയുന്നത്. ഈ ദുനിയാവിൽ ഞാനും നിങ്ങളുമാകുന്ന നമ്മൾ ഓരോരുത്തരും എത്ര കാലം ജീവിക്കണമെന്ന അവധി നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മൾ കുരുത്തു വരുന്ന കാലത്തു തന്നെ തീരുമാനിക്കപ്പെട്ടു എന്നർത്ഥം. ആ നിശ്ചയിക്കപ്പെട്ട ഒരായുഷ്കാലമാണ് ഈ ദുനിയാവിൽ ഞാനും നിങ്ങളും ജീവിക്കുക. ആ ജീവിത കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമൊക്കെ എന്തൊക്കെയാണോ ഈ ദുനിയാവിൽ പ്രവർത്തിച്ചു വെക്കുന്നത്, ആ ആയുഷ്കാലം ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ച് അവധിയെത്തിയാൽ ഈ ലോകത്തോട് വിട പറഞ്ഞ് നമ്മൾ യാത്രയാകണം. അതോടുകൂടെ നമ്മുടെ ജീവിതം അവസാനിക്കുകയല്ല, ഒരിക്കലും അവസാനിക്കാത്ത അറ്റമില്ലാത്ത ഒരു ജീവിതത്തിന്റെ തുടക്കം കുറിക്കപ്പെടുകയാണ് അവിടെ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, തീർച്ചയായും നാമാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. ഈ മരണത്തോടുകൂടെ നിങ്ങൾ എല്ലാവരുടെയും ജീവിതം അവസാനിച്ചു പോവുകയല്ല, പകരം മരണത്തിനു ശേഷം വീണ്ടും നിങ്ങൾ ഓരോരുത്തരെയും നാം ഉയർത്തെഴുന്നേൽപ്പിക്കും, നിങ്ങളെ നാം വീണ്ടും ജീവിപ്പിക്കും. നമ്മുടെ ബർസഖിയായ ജീവിതം കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ ഓരോരുത്തരും ഖിയാമത്ത് നാളിന്റെ കാഹളത്തിൽ ഊതപ്പെട്ടു കഴിഞ്ഞാൽ മഹ്ശറിലേക്ക് എഴുന്നേറ്റ് വന്ന് നമ്മുടെ ജീവിതത്തിന്റെ വിചാരണകളെ നേരിട്ട് അങ്ങനെയുള്ള ഒരു ലോകത്തേക്ക് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് ഉറപ്പ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഈ ദുനിയാവിൽ നമുക്ക് നിശ്ചയിക്കപ്പെട്ട ആയുഷ്കാലത്തിൽ നമ്മൾ പ്രവർത്തിച്ച മുഴുവൻ കാര്യങ്ങളെയും കൃത്യമായി രേഖപ്പെടുത്തി വെക്കപ്പെടുന്നുണ്ട്. സഹോദരങ്ങളെ, ഖുർആനിലെ ഓരോ വാക്കുകളും അല്ലാഹു പറയുന്ന ഈ വാചകങ്ങളും ശരിക്ക് അകക്കണ്ണ് തുറന്നു ചിന്തിക്കേണ്ട വാചകങ്ങളാണ്. നിശ്ചയിക്കപ്പെട്ട ആയുഷ്യം നമ്മൾ ഇവിടെ ജീവിക്കുന്ന കാലമത്രയും നമ്മൾ മുൻകൂട്ടി നമ്മളായി ചെയ്തു വെക്കുന്ന കാര്യങ്ങളെ അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുമാത്രമല്ല, അതിന്റെ അനന്തര ഫലങ്ങളെയും. ഉദാഹരണമായി പറഞ്ഞാൽ, ഞാൻ എന്റെ ജീവിത കാലഘട്ടത്തിൽ ഒരു കാര്യം ചെയ്തു, നാട്ടിൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരു തോന്നിവാസം എന്റെ സുഹൃത്തുക്കളോടൊപ്പം കൂടിയിട്ട് എന്റെ നേതൃത്വത്തിൽ ഞാനായി തുടങ്ങി വെച്ച ഒരു തിന്മയുണ്ടെങ്കിൽ അതെന്റെ സുഹൃത്തുക്കൾ ഏറ്റെടുത്ത്, പക്ഷെ അതിനിടയിൽ ഞാൻ മരിച്ചുപോയാലും ആ തിന്മ ഈ ലോകത്ത് എത്ര കാലം നിലനിൽക്കുന്നുവോ അതിന്റെയൊക്കെയും പാപത്തിന്റെ ഒരു ഓഹരി എന്റെ പാപത്തിന്റെ അക്കൗണ്ടിലേക്ക് വന്നു ചേരുമെന്നർത്ഥം. അത് തിന്മ മാത്രമല്ല, നമ്മൾ ചെയ്ത നന്മയും അങ്ങനെ തന്നെയാണ്. നല്ല കാര്യമാണ് ചെയ്യുന്നത് എങ്കിൽ ആ ചെയ്യുന്ന നന്മ അതിന്റെ അനന്തര ഫലങ്ങളായി ഈ ദുനിയാവിൽ എത്ര കാലം അതിവിടെ ഇങ്ങനെ തുടർന്നു പോകുമോ അതിന്റെ നന്മയുടെ ഓഹരിയും ഈ മനുഷ്യന്റെ അക്കൗണ്ടിൽ നന്മയായി രേഖപ്പെടുത്തപ്പെടും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, എല്ലാ കാര്യങ്ങളെയും നമ്മുടെ ആയുഷ്കളിൽ നമ്മൾ ചെയ്തതും പറഞ്ഞതും പ്രവർത്തിച്ചതും എന്തിന് ആ പ്രവർത്തിച്ചതിന്റെ അനന്തരമായി നടന്ന കാര്യങ്ങളെ വരെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായി സമ്പൂർണമായി രേഖപ്പെടുത്തി വെക്കപ്പെടുന്നതാണ്. ഒന്നും പോലും വിട്ടുപോകില്ല, ഒന്നുപോലും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പോലും വിട്ടുപോകാത്ത വിധം സമ്പൂർണമായി സമഗ്രമായി രേഖപ്പെടുത്തപ്പെടും. സഹോദരങ്ങളെ, ഈ ആയത്ത് ഇത് നൽകുന്ന 3 പാഠങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിട്ടെ ഇനി ഒരു അനുബന്ധമായ വിഷയം സൂചിപ്പിക്കാം. ഷെൽഫുകളിൽ വിശുദ്ധ ഖുർആനിൽ അട്ടിയായി വെച്ചിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ അലമാരകളിൽ വിശുദ്ധ ഖുർആനുണ്ട്. എന്തിന്? നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ പോലും വിശുദ്ധ ഖുർആനിന്റെ ആപ്ലിക്കേഷനുകളുണ്ട്. ഒരു വേള മുസ്ലിം സമൂഹം ഏറ്റവും അധികം വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്ന പരിശുദ്ധമായ റമദാൻ എന്ന മാസത്തിലാണല്ലോ നമ്മളുള്ളത്. ആ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിക്കപ്പെടുന്നത് 23 വർഷ കാലഘട്ടത്തിലെ ജീവിതം കൊണ്ടാണ്. എത്ര കൊല്ലമുണ്ട്? 23 വർഷക്കാലം കൊണ്ട്. ഏകാന്തത ഇഷ്ടപ്പെട്ടുകൊണ്ട് ജബൽ നൂറിലേക്ക് റാഖുഹയിൽ കയറി ആരാധനയിൽ
നിരന്തരായി പ്രവാചകന്റെ അടുക്കൽ നാമൂസുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന് ഇഖ്റഇന്റെ ആദ്യ അക്ഷരങ്ങൾ സൂറത്തുൽ അലഖിന്റെ ആദ്യത്തെ 5 വചനങ്ങൾ നമുക്കറിയാം ഓതിക്കൊടുത്തു. ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പുതിയ അനുഭവത്തിന് സാക്ഷിയായപ്പോ പേടിച്ചു വിറച്ച് റസൂൽ ഇറങ്ങിയോടി. മഹതിയായ ഖദീജ ബീവി പുതപ്പിട്ട് കിടത്തു, ആശ്വസിപ്പിച്ചു കൊടുത്തു. ഏതാനും ദിവസങ്ങൾ പിന്നിടുമ്പോൾ അടുത്ത വഹി ഇറങ്ങാണ്, യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവനെ ഖും ഫഅൻദിർ, എഴുന്നേൽക്കണം, ജനങ്ങൾക്ക് താക്കീത് കൊടുക്കണം, മുന്നറിയിപ്പ് നൽകണം. ദിശയറിയാതെ സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് അബദ്ധം സംഭവിച്ച് വഴിമാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആയിരക്കണക്കിന് വരുന്ന മനുഷ്യർ നിങ്ങളുടെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്നുണ്ട്. അവർക്ക് താക്കീത് കൊടുക്കണം, അവർ സ്വർഗത്തിന്റെ നേർവഴിയിലേക്ക് ക്ഷണിക്കണം. അടുത്ത വഴിയിറങ്ങി. ഞാൻ പറയുന്നത് അങ്ങനെ സൂറത്തുൽ അലഖ് ആദ്യത്തെ 5 വചനങ്ങൾ ഇറങ്ങി. പിന്നെ ആ സൂറത്തിന്റെ ബാക്കിയല്ല ഇറങ്ങുന്നത്, പിന്നെ വേറൊരു സൂറത്തിന്റെ തുടക്കങ്ങളാണ്, ശേഷം മറ്റൊരു സൂറത്തിന്റെ മറ്റു വചനങ്ങളാണ്. ഇങ്ങനെ 23 വർഷ കാലഘട്ടത്തിലെ ജീവിതം കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ സമ്മാനം. വത്തഖൂ യൗമൻ തുർജ, 23 വർഷ കാലഘട്ടത്തിൽ തനിക്കറിഞ്ഞ വഹികളെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബിയായ കാത്തിബുൽ വഹിയായ സയ്യിദ് ഇബ്നു സാബിത്ത് അവരുടെ പ്രധാനിയായ അദ്ദേഹത്തോട് അത് ക്രോഡീകരിക്കാനായി ആവശ്യപ്പെടുന്നുണ്ട്. പല കാരണങ്ങളുണ്ട്. റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് ദീന് പഠിപ്പിച്ചു തരണമെന്ന് ഒരു ഗോത്രക്കാരായ ആളുകൾ വന്നത് ദാഇമാരെ, പ്രബോധകരെ, പണ്ഡിതന്മാരെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. 70ഓളം ആളുകൾ റസൂൽ വിട്ടുകൊടുത്തു. ശത്രുക്കളായ ഇവർ പ്രവാചകൻ ചതിച്ചുകൊണ്ട് കൊണ്ടുപോയ ആ ദാഇമാരെ തൊട്ടപ്പുറത്ത് വെച്ച് തന്നെ അവർ അറുകൊല ചെയ്തു. റസൂൽ അവർക്കെതിരെ ശാപപ്രാർത്ഥന നടത്തിയത് ആ സംഭവമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ വിശുദ്ധ ഖുർആനിന്റെ സംരക്ഷണാർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകന്റെ വഹിയെഴുത്തുകാരുടെ പ്രധാനിയായി സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അത് ക്രോഡീകരിക്കാൻ ചുമതലയെടുത്തു. 23 വർഷക്കാലം കൊണ്ട് റസൂലുള്ളാഹി ഇറങ്ങി പല ഇടങ്ങളിലായി ചിഹ്നിച്ചെതറി കിടക്കുന്ന ആ വിശുദ്ധ ഖുർആനിന്റെ വഹിയിലെ അധ്യായങ്ങൾ, എത്ര അധ്യായം? 114 അധ്യായം, 6000-ൽ ചില്ലാനും ആയത്ത്, 30 ജുസ്ഉ. ഇത് അങ്ങുമിങ്ങുമായി ചിതറിക്കിടക്കുകയാണ്. മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, മക്കയിലെ 2 മലകൾ കൂറ്റൻ പർവ്വതങ്ങൾ എനിക്ക് കാണിച്ചു തന്നിട്ട് അതതിന്റെ സ്ഥാനത്ത് നിന്ന് ഇളകിപ്പറിച്ച് മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റണമെന്ന് എന്നോട് ഒരു വേള പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആ ജോലിയാകുമായിരുന്നു എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ജോലി. അത്രയും കഠിനമായ, ഭാരമുള്ള, പ്രയാസകരമായ ജോലിയാണ് എന്നെ ഏൽപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബഖറ മുതൽ സൂറത്തു ആലി ഇംറാൻ മുതൽ സൂറത്തുൽ നിസാ മുതൽ സൂറത്തുൽ മാഇദ മുതൽ തുടങ്ങി സൂറത്തുൽ നാസ് വരെ അവസാനിക്കുന്ന തരത്തിലുള്ള വിശുദ്ധ ഖുർആനിന്റെ ആ ക്രോഡീകരണം നിർവഹിക്കാൻ ആവശ്യപ്പെട്ടു. കഠിനമായ പരിശ്രമങ്ങൾക്കൊടുവിൽ മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പൂർത്തീകരിച്ചു. അതിൽ നിന്നാണ് പിന്നീട് വിശുദ്ധ ഖുർആൻ 2 ചട്ടകൾക്കുള്ളിലായി ഒരു മുസ്ഹഫിന്റെ രൂപത്തിലേക്ക് പരിഷ്കരിക്കപ്പെട്ട് അത് പിന്നീട് കൈയെഴുത്ത് പ്രതികളായി മാറി. ഇന്ന് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് ഈ വിശുദ്ധ ഖുർആൻ പ്രിന്റ് ചെയ്ത് സൗജന്യമായി പ്രബോധന ആവശ്യാർത്ഥമൊക്കെ ലക്ഷക്കണക്കിന് പ്രതികളാണ്. ഇതിന് പുറത്ത് പോകുമ്പോൾ ഫ്രീ ആയിട്ട് തരും ഓരോ ആത്മാക്കും. ആലോചിക്കണം, നമ്മുടെ അൽമാരയിലായിരിക്കണം, വീട്ടിലിരിക്കണം. ലോകത്ത് എത്ര കോടിക്കണക്കിന് കോടാനുകോടിക്കണക്കിന് മനുഷ്യരാണ് ആ വിശുദ്ധ ഖുർആനിന്റെ പ്രതികളിൽ നിന്ന് ഓതിക്കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യരിന്ന് ആ വിശുദ്ധ ഖുർആൻ തുറന്നു വെച്ച് ഒന്ന് ഓതിക്കഴിഞ്ഞാൽ മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിലേക്കാണ് അതിന്റെ പ്രതിഫലം എന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വേണ്ട സഹോദരങ്ങളെ, അതൊരു സഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങുന്ന വഹി രേഖപ്പെടുത്താൻ മാത്രം വിശേഷണമുള്ള, പ്രാധാന്യമുള്ള, പ്രത്യേകതയുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ശരി, നമുക്കറിയാമല്ലോ, മലയാളി സമൂഹത്തിന്, മലയാളികളായ നമ്മ പോലെയുള്ള പച്ചയായ മനുഷ്യർക്ക് അല്ലാഹുവിന്റെ കലാമിന്റെ അർത്ഥ സമ്പുഷ്ടമായ ആശയം തിരിയാതെ പോകരുത് എന്ന് വിചാരിച്ചിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ അടിമകളായ മലയാളി സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോകരുത്, അതിന്റെ അർത്ഥം തിരിയാതെ പോകരുത് എന്ന്
വിചാരിച്ച് മലപ്പുറം ജില്ലയിലെ വാണിയമ്പലം അഥവാ വണ്ടൂരിനടുത്തുള്ള വാണിയമ്പലത്തിൽ ജീവിച്ച നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യൻ മർഹൂം മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഒരായുഷ്കാലം ചെലവഴിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ അക്ഷരങ്ങൾക്ക് മലയാളത്തിലേക്ക് വിവർത്തനം എഴുതാൻ ആരംഭിച്ചു. ലോകത്തിനും തുല്യതയില്ലാതെ മഹാനായ അമാനി മൗലവിയുടെ പരിഭാഷ ഇന്നും നിലനിൽക്കാൻ അദ്ദേഹം മരണപ്പെട്ടിട്ട് വർഷങ്ങളേറെയായി. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ എന്തിന് ലോകത്ത് മലയാളികൾ എവിടെയൊക്കെ താമസിക്കുന്നുവോ അവിടെയൊക്കെയും ഈ വിശുദ്ധ ഖുർആനിന്റെ മലയാള പതിപ്പുകൾ ഇങ്ങനെ വായിക്കുകയും പഠിക്കുകയും പരിഷ്കരിക്കുകയും ആളുകൾ റിസോഴ്സായി റിസർച്ചിനായി പലതിനുമായാണ് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. റമളാനിലാണ് ഖുർആൻ വിജ്ഞാന പരീക്ഷ കഴിഞ്ഞത്. സൗദി ആസ്ഥാനമായ റിയാദുമായി ബന്ധപ്പെട്ട ലേർഡ് ഖുർആൻ എന്ന വലിയ ഒരു പഠന പദ്ധതി, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംരംഭങ്ങൾ, പഠനങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കണം. ആ പരിഭാഷ ഇന്നും നമ്മുടെ സെൽഫുകളിലുണ്ട്. അമാനിമോലിന്റെ പഴയകാലത്തെ 4 വാള്യമുള്ളതും ഇന്നത് 8 വാള്യമായി പരിഷ്കരിച്ചതുമായ ആ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ നമ്മുടെ മൊബൈലുകളിൽ അമാനിമോലിയുടെ സോഫ്റ്റ്വെയർ ഉണ്ട്. അതിന്റെ സോഫ്റ്റ് കോപ്പിയായിട്ട് ഞാൻ പറയുന്നത്, അത് ലോകത്തെ ഏതൊരു മനുഷ്യനെടുത്ത് ഉപയോഗിക്കുമ്പോഴും അതിന്റെ പ്രതിഫലത്തിന്റെ ഘനപ്പെട്ട ഒരു ഓഹരി അതിന്റെ നിർമ്മാതാവായ മഹാനായ മർഹൂം അമാനി മൗലവിയുടെ ഹസനാത്തിന്റെ പട്ടികയിലേക്ക്, നന്മയുടെ പട്ടികയിലേക്ക് അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് ഒരു മനുഷ്യൻ നമ്മെപ്പോലെ മർഹൂം അമാനി മൗലവി അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ മുഖവരയിൽ പറയുന്നുണ്ട്, ഇന്നത്തെ പോലെ വോയിസ് ടെക്സ്റ്റുകളില്ല. ഒന്ന് ഒരു ഫോൺ ഉപയോഗിച്ച്, സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വായമെന്ന് പറഞ്ഞാൽ മതി, റൈറ്റപ്പ് ആയിട്ട് കൊണ്ടുവരും. ഏത് ഭാഷയിൽ വേണമെങ്കിൽ, മലയാളം വേണമെങ്കിൽ മലയാളം കിട്ടും, ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് കിട്ടും, ഏത് കിട്ടും. നേരെ മറിച്ച് ഇങ്ങനത്തെ യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ പേപ്പറിലേക്ക് മഷിയിൽ മുക്കിയിട്ട് എഴുതി രേഖപ്പെടുത്തുന്ന മഷി കഴിയുന്ന സമയം പാതിരാത്രികളിൽ ഇങ്ങനെ ഉറക്കം വരുമ്പോൾ കണ്ണിലിങ്ങനെ ഉറക്കം വന്നിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ ഉറക്കം വന്നിട്ട് ഇത് എഴുതിക്കൊണ്ടിരിക്കണേൽ ഉറക്കത്തിൽ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ട് 2 കാലും അതിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് ആ വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ അദ്ദേഹം പൂർത്തീകരിച്ചത്. ആലോചിച്ചോണം, അള്ളാഹു ഒരു മനുഷ്യന് നമ്മെപ്പോലെ പടച്ചിറപ്പ് നൽകിയ ആയുഷ്കാലം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് എത്തിക്കണമെന്ന ചിന്ത ഒരു പുരുഷായുസ് മുഴുവൻ 4 ചുമരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ലോകത്തിന് വേണ്ടി, നാളേക്ക് വേണ്ടി, ഒരു ജനതയ്ക്ക് വേണ്ടി, അള്ളാഹുവിന്റെ കലാമിന് വേണ്ടി ആ പുരുഷായുസ് മാറ്റിവെച്ചത് കൊണ്ടായിരിക്കണം ലോകമെന്നും ആ മനുഷ്യന്റെ വിയോഗശേഷം ഇന്നും ആ മനുഷ്യന്റെ സംഭാവനകൾ എന്ന് ലോകം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നലെ ലോകത്തിൽ ആരെ ലോകം കണ്ട പ്രഗത്ഭരായ ഇസ്ലാമിക ലോകത്തെ സംഭാവനകൾ ചെയ്ത ഏത് മനുഷ്യരെടുത്ത് നോക്കിയാലും നമുക്കറിയാം, പ്രവാചക സഹാബത്തിലെ ഏറ്റവും പ്രധാനിയായ അൻസ്വാരികളിൽപ്പെട്ട ഒരാളാണ് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ വേഗം പറഞ്ഞു സമയമുള്ളൂ. നമുക്ക് നോമ്പുകാരാണ്, ചെയ്യുന്നതൊക്കെയാണ്. നിങ്ങൾക്ക് ജോലിയിലേക്ക് തിരിച്ചു പോകേണ്ട സമയമുണ്ടാവും. അതിനപ്പോൾ വളരെ ചെറിയ സമയം. നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തത് എന്ന അർത്ഥത്തിലാണ്. നിങ്ങൾ സ്വതക്ക തുടങ്ങിയില്ലേ? അങ്ങനെ ഒരു കാര്യം ഞാൻ അടുത്ത് വെച്ച് പറയാം. ഞാൻ വന്നത് 2 ഉദ്ദേശം ക്ലാസ് ഏൽപ്പിച്ചപ്പോഴേ തൃശ്ശൂർ ജില്ലയിൽ ഉസ്താദുൽ ഉലൂം എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് 1968 സ്ഥാപിക്കപ്പെട്ട തൃശ്ശൂർ ജില്ലയിലെ തീരദേശ ഹൈവേയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലാണ് ഞാൻ പഠിച്ചത്. അവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. 8ഓളം സ്ഥാപനങ്ങളിലായി 700-ലധികം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമ സ്ഥാപനം വെച്ചാൽ അറബി കോളേജാണ്. ഖുർആൻ സുന്നത്ത് പഠിപ്പിക്കുന്ന അറബി കോളേജ്. ആ സ്ഥാപനത്തിൽ പഠിച്ച സ്ഥാപനത്തിന്റെ സദ്ഗതിയാണ് ഈ ഉള്ളത്. അവിടെ പഠിച്ചിട്ടാണ് നിങ്ങളോട് പറയാനും സംസാരിക്കാനും ഒക്കെ ആയിട്ട് എഴുതി നിൽക്കാൻ പ്രാപ്തനായത്. അതുകൊണ്ട് തന്നെ മരണം വരെ ആ സ്ഥാപനത്തോട് ഞാൻ കടപ്പെട്ടവരുമാണ്. രണ്ടാമത്തത്, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഒരു 6ാം ക്ലാസ് മുതലുള്ള ചെറിയ മക്കൾ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന ഹിഫ്ള് കോളേജാണ്. മൂന്നാമത്തത്, മാനസിക വൈകല്യങ്ങളുള്ള, ഓട്ടിസം ബാധിച്ച, മെന്റലി ചലഞ്ചഡ് ആയ കുട്ടികളെ പ്രത്യേകമായി പരിഗണിക്കുന്ന കരുണാഭവൻ എന്നൊരു സ്പെഷ്യൽ സ്കൂളാണ്. പിന്നെ സാധാരണ മദ്രസയും സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് 10-700 കുട്ടികളുണ്ട്. അതിൽ ആ സ്ഥാപനത്തിന്റെ നടത്തിപ്പിനല്ല, തെറ്റിദ്ധരിക്കരുത്. അങ്ങനത്തെ നടത്തിപ്പിനല്ല, പിരിവാണ്.
പകരം പലയിടങ്ങളിലായി നമ്മൾ പരിപാടികളും മറ്റൊക്കെ മറിച്ചു പോകുമ്പോൾ ആളുകൾ ഒരു കുട്ടിയുണ്ട്, യതീമാണ്, അതല്ലെങ്കിൽ വാപ്പല്ലാത്ത കുട്ടിയാണ്, ഉമ്മല്ലാത്ത കുട്ടിയാണ്, അല്ലെങ്കിൽ വാപ്പ ഉമ്മയില്ലാത്ത കുട്ടിയാണ്, വാപ്പ ഒഴിവാക്കിപ്പോയ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്രത്തോളം വെച്ചെന്നറിയോ, വെക്കേഷനായി നാട്ടിലേക്ക് പറഞ്ഞയക്കുകയാണെങ്കിൽ വിശ്വസിച്ച് പറഞ്ഞയക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത മക്കളെ നമ്മൾ എടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ മക്കളെ നിർത്തി താമസിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് പഠിപ്പിച്ച് അയക്കണമെങ്കിൽ ഒരു കുട്ടിക്ക് ഏറ്റവും ചുരുങ്ങിയത് 35,000 രൂപ വേണം ഒരു കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ. അങ്ങനത്തെ നിർദ്ധരരായ കുട്ടികൾക്ക് വേണ്ടി ആണ് നിങ്ങളോട് ഈ സഹായം തരുന്നത്. അതുകൊണ്ട് സാധിക്കുന്ന ആളുകൾ സാധിക്കുന്ന രൂപത്തിൽ അള്ളാഹു നിങ്ങൾക്ക് തന്ന നിഅമത്തിന്റെയും ഫളലിന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ അതിനോട് സഹകരിക്കണം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് പറയുന്നത് സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പിന്നീട് സഹായിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളെ എന്നെ ബന്ധപ്പെടുകയോ ഞാനുമായി ബന്ധപ്പെട്ട ആരോടെങ്കിലും ചോദിച്ചാൽ എന്റെ നമ്പർ കിട്ടും. നിങ്ങൾ ഒന്ന് ബന്ധപ്പെടുകയാണെങ്കിൽ സ്ഥാപനത്തിന്റെ അക്കൗണ്ടും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരും. നിങ്ങൾ ഭക്ഷണം പോലെ അതിനോട് സഹകരിക്കുക എന്നുകൂടെ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം, നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്തത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആയുസ്സാണ്, നമ്മുടെ ആയുസ്സിലെ സമയമാണ്, ആയുസ്സിലെ ഓരോ നിമിഷങ്ങളും സന്ദർഭങ്ങളുമാണ്. മറ്റൊന്നും വേറൊന്നുമല്ല. അപ്പൊ നമുക്കറിയാം, ഇന്ന് ഏപ്രിൽ മാസത്തിലെ 4-ാം തീയതിയാണ്, വ്യാഴാഴ്ച ദിവസമാണ്. ഉച്ച കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞ് 1 മണിക്ക് ശേഷം 1:20 നമ്മൾ ആരംഭിച്ചതാണ് ഈ സംസാരം. 2000 ആ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മൂല്യമുള്ള അമൂല്യമായത് എന്നതിന് എല്ലാവരും പറഞ്ഞത് സമയം എന്നതാണ്. എന്തുകൊണ്ടെന്നറിയോ, മറ്റനുഗ്രഹങ്ങൾ അള്ളാഹു ചില ആളുകൾ കൊടുത്തിട്ടുണ്ട്, ചില ആൾ കൊടുത്തിട്ടില്ല. ചില ആളുകൾ പിന്നീട് നേടിയെടുക്കാൻ കഴിയും, അധ്വാനം കൊണ്ട്, ജോലി കൊണ്ട്, പരിശ്രമം ഇല്ലാത്തവരും പഠിച്ചവരും പഠിക്കാത്തവരും എല്ലാ ആളുകളും മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരേപോലെ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് സമയം എന്ന് പറയുന്നത്. നിങ്ങൾ വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ സമയത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ഖുർആനിലെ ചില അധ്യായങ്ങളുടെ പേര് നോക്കിയാൽ മതി. സൂറത്തുൽ അസ്ർ കാലം എന്നാണ് അതിന്റെ പേര് തന്നെ. മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നത്, വിശുദ്ധ ഖുർആനിൽ മറ്റൊരു അധ്യായം ഇറങ്ങിയില്ല, ഈ സൂറത്തുൽ അസ്ർ മാത്രം ഇറങ്ങിയിട്ടുള്ളെങ്കിലും അത് മാത്രം മതിയാകുമായിരുന്നു മുസ്ലിം ഉമ്മത്തിന് അതനുസരിച്ചുകൊണ്ട് ജീവിക്കണമെങ്കിൽ. വിശുദ്ധ ഖുർആനിന്റെ മുഴുവൻ ആശയങ്ങളുടെയും രത്നചുരുക്കം ഈ സൂറത്തുൽ അസ്ർ എന്ന ചുരുങ്ങിയ ആയത്തുകളുള്ള ഈ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ മറിച്ച് നോക്ക്, വദ്ദുഹാ പൂർവാഹന സമയം, വൽ ഫജ്ർ പ്രഭാത സമയം, ഇങ്ങനെ ഏതെല്ലാം സമയങ്ങൾ എടുത്തു നോക്കിയാൽ അത് മുഴുവൻ നമുക്ക് വിശുദ്ധ ഖുർആനിൽ സമയത്തെയും സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും കൃത്യമായി പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഓരോ ദിവസവും വളരെ ബലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഓരോ ദിവസം ഉദിക്കുമ്പോഴും വിളിച്ചു പറയുമെന്നാണ്. അന യൗമുൽ ജദീദ്, ഓരോ ദിവസവും വിളിച്ചു പറയാം, ഞാനൊരു പുതിയ ദിവസമാണ്. ഇന്ന് ദിവസം സംഭവിക്കപ്പെടുന്ന നീ ചെയ്യുന്ന സകല പ്രവർത്തനങ്ങൾക്കുമുള്ള സാക്ഷിയുമാണ് ഞാൻ. ഇന്നത്തെ ദിവസം നീ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിന് മുഴുവൻ സാക്ഷിയായിട്ട് ഞാൻ ഉണ്ടാകും. അതുകൊണ്ട് എന്നെ പരമാവധി നീ ഉപയോഗപ്പെടുത്തിക്കോ. ഞാൻ ഇന്ന് മടങ്ങിപ്പോയാൽ ഖിയാമത്ത് നാൾ വരെ ഒരിക്കലും ഞാൻ ഇതിലേക്ക് തിരിച്ചു വരില്ല. എന്ന് ഓരോ ദിവസവും വിളിച്ചു പറയുന്നുണ്ട്, ഓരോ ദിവസവും ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള ഓരോ സമയവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓരോ വർഷങ്ങളാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, ഓരോ സമയങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മൈക്രോ സെക്കൻഡ് മുതൽ സെക്കൻഡുകളായി, മിനിറ്റുകളായി, അത് മണിക്കൂറുകളായി, പിന്നീട് അത് ദിവസങ്ങളായി, പിന്നീട് അത് ആഴ്ചകളായി, മാസങ്ങളായി, വർഷങ്ങളായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഓരോന്നും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ, ഈ വർഷത്തെ റമദാനിന്റെ 3/4 ഭാഗം നമ്മളിൽ യാത്രയാണ്. എത്ര വേഗത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമ്മിൽ നിന്ന് ഒഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കുന്നു. എത്ര പ്രതീക്ഷയോടെയാണ് ഈ വർഷത്തെ റമദാനിലേക്ക് കടന്നു പോകുന്നത്. ആ റമദാനിന്റെ മഹാഭൂരിഭാഗം ദിവസങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട ഭൂരിഭാഗം ദിവസം പോയി, ഇനിയുള്ള ദിവസങ്ങളാകട്ടെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളുമാണ്.
ഇതാണ് മനുഷ്യരുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വരച്ചത്. അത് അള്ളാഹുവിന്റെ സംവിധാനമാണ്. സമയം പെട്ടെന്ന് പോകും, അവസരങ്ങൾ പെട്ടെന്ന് പോകും. ആര് ആ വേഗത്തിൽ പോകുന്ന സമയത്തെ ശരിക്കും മനസ്സിലാക്കിയിട്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി ആര് യൂട്ടിലൈസ് ചെയ്യുന്നുവോ അവരാണ് ഭാഗ്യവാന്മാരായ ആളുകൾ. വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ ഏറ്റവും നന്നായി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയ ജീവിതത്തിൽ പ്രവർത്തനങ്ങളുമായി സന്നദ്ധരായി ആ ജീവിതത്തെ ഉപയോഗപ്പെടുത്തുക. നമ്മൾ ആലോചിച്ച് നോക്കണം, മഹാനായ മർഹൂം അമാനി പോലെ നമുക്ക് അള്ളാഹു കൊടുത്തത് നമ്മളെ പോലുള്ള ഒരു ആയുസ് മാത്രമാണ്. സെയ്ദ് ബിൻ സാബിത്ത് റഹിമഹുല്ലാഹ് അള്ളാഹു കൊടുത്തത് നമ്മളെ പോലുള്ള സമയം മാത്രമാണ്. മഹാനായ അലി ഇബ്നു അലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹാപണ്ഡിതൻ, ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഇസ്ലാമിക സംഭാവനകൾ കൊണ്ട് ജീവിച്ച മഹാനുഭാവന്റെ അദ്ദേഹം രോഗിയായി കിടക്കുമ്പോൾ അദ്ദേഹത്തിനിടയിൽ വെച്ച് കടന്നു ചോദിച്ചു, നിങ്ങൾ ഒരു ഡെയിലി ഷെഡ്യൂൾ എങ്ങനെയാണ്, നിങ്ങളുടെ ദിനചര്യകൾ എങ്ങനെയാണ്, അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ രാത്രിയുടെ അവസാനത്തിൽ ഞാൻ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കും. അത് കഴിഞ്ഞ് എന്റെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ശേഷം ഞാൻ സൂര്യദിക്കുന്നത് വരെ ദിക്റുകളും പ്രാർത്ഥനകളും മറ്റു അദ്കാറുകളും ഒക്കെയായി ഞാൻ പള്ളിയിൽ കഴിച്ചു പോകും. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മഈശത്തുമായി ബന്ധപ്പെട്ട ദുനിയവിയായ കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ചു നേരം ഞാൻ അധ്വാനിക്കും, പരിശ്രമിക്കും, ജോലി ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ചു നേരം ളുഹറിന്റെ മുമ്പ് ഞാൻ തൈലൂലത്തിന്റെ ഉറക്കം ഉറങ്ങും. ളുഹർ കഴിഞ്ഞ് അസർ വരെയും അസർ കഴിഞ്ഞ് മഗ്രിബ് വരെയും ഞാൻ ഗ്രന്ഥരചനയാണ്. മഗ്രിബ് കഴിഞ്ഞാൽ ഇശ വരെ ഞാൻ കുട്ടികൾക്ക് അള്ളാഹുവിന്റെ ദീനെ പഠിപ്പിച്ചു കൊടുക്കും. ഇതാണ് എന്റെ ജീവിതചര്യ. ഇതാരെ പറ്റി പറയാൻ പറയുന്നത്? ഇത് ഏത് പണ്ഡിതനെ പറ്റി അറിയും? ഇമാം ഇബ്നു ജരീർ അത്ബരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവചരിത്രമാണിത്. ഇമാം ഇബ്നു ജരീർ അത്ബരി റഹ്മത്തുള്ളാഹി ആരെന്നറിയും? തഫ്സീർ മുഫസ്സിറുകളുടെ നേതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ഇസ്ലാമിക ലോകത്ത് വിശുദ്ധ ഖുർആന്റെ തഫ്സീറുകൾ രേഖപ്പെടുത്തിയ കൂട്ടത്തിലെ മുഫസ്സിറുകളുടെ ശൈഖ് എന്നറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ചരിത്രഗ്രന്ഥമുണ്ട്. എത്ര ഗ്രന്ഥം അറിയും? അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിക ചരിത്രത്തെ കുറിച്ച് രേഖപ്പെടുത്തണം. അത് ചോദിച്ചു, എത്ര പേജ് വേണം? 3000 ചരിത്ര ഗ്രന്ഥങ്ങളുടെ വാള്യങ്ങളാണ്. 30 കൊടുത്തധികം വരുന്ന വാള്യങ്ങൾ. ഓരോ വാള്യത്തിലും 600-ലധികം പേജുകൾ വരും. അദ്ദേഹം ജീവിക്കുന്നത് 80 വയസ്സ് കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തെ ഈ ഖലീഫ സന്ദർശിക്കാൻ പോകുന്നത്. മഹാനായ സമയം ഒരുപാട് ഉണ്ടായി. സഹോദരങ്ങളെ, ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായി, ഇത്രയും പുരോഗതികളുണ്ടായിട്ടും നമുക്കും അവർക്കും ഒരു ദിവസം 24 മണിക്കൂർ തന്നെയാണ്. നമുക്കും ഒരു ദിവസം 24 മണിക്കൂർ തന്നെയാണ്. അവരും ജീവിച്ചത് 70 കൊല്ലവും 60 കൊല്ലവും 80 കൊല്ലവും ഒക്കെ തന്നെയാണ്. നമ്മളും ജീവിക്കുന്നത് ശരാശരി ഈ ആയുഷ് തന്നെയാണ്. എങ്ങനെയാണ് അവർക്ക് അല്ലാഹു നൽകിയ സമയത്തെ, സാഹചര്യത്തെ, ആയുഷിനെ അവരെങ്ങനെ ഉപയോഗപ്പെടുത്തിയെന്നാണ് അവിടെയാണ് നമ്മളും അവരും തമ്മിലുള്ള ഒരു വ്യത്യസ്തമായ ഒരു പഠനം നടക്കേണ്ടത്. സഹോദരങ്ങളെ, നമുക്കറിയാം സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു നമ്മൾ എത്ര കാലം ഈ ദുനിയാവിൽ ജീവിക്കുന്നു എന്നതിലല്ല, നമ്മൾ ജീവിക്കുന്ന കാലമത്രയും നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിലാണ് വിഷയം. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് 31-ാമത്തെ വയസ്സിലാണ്. അദ്ദേഹത്തിന്റെ ഇസ്ലാമിക സ്വീകരണം ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ അത്ഭുതകരമായ ഒരു ചരിത്രമാണ്. മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ, അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം എന്ന കണ്ണു കാണാത്ത സഹാബിയെ രണ്ടുപേരെയും കൂടി ജനങ്ങൾക്ക് ദഅവത്ത് നടത്താൻ വേണ്ടി, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അവർ ചെന്ന് മദീനയിലെ ഓരോ ഗോത്രങ്ങളിൽ ചെന്ന് ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചു. ഈ വിവരം അറിഞ്ഞപ്പോ ബനു അബ്ദുൽ അസ്ഹൽ എന്ന ഗോത്രത്തിന്റെ നേതാവായിരുന്ന സഅദ് ബിൻ മുആദ് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം തന്റെ ബന്ധുവായ അസ്അദ് ബിൻ സുറാറയെ പറഞ്ഞയച്ചു. മര്യാദകളോടും ഇത് പോകണം, അതല്ലെങ്കിൽ ഞങ്ങൾ അതിനോട് പ്രതികരിക്കുന്നത് ഇത് താങ്ങാൻ കഴിയില്ല. അങ്ങനെ ആ സമയത്ത് ഈ വിവരം അറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാൻ വേണ്ടി ചെന്നപ്പോൾ മിസ്അബ് റളിയല്ലാഹുവിനോട് ഉസൈദ് ബിൻ ഹുദൈർ എന്ന് പറയുന്ന വിശ്വാസിയായ ആ ഗോത്രത്തിലൊരാൾ സ്വീകരിച്ച ആൾ പറഞ്ഞു, ആ വരുന്നത് സഅദ് ബിൻ മുആദിന്റെ വലങ്കയാണ്. അദ്ദേഹത്തോട് നിങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ സംസാരിച്ച് അദ്ദേഹത്തിന് കൺവിൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് സഅദ് ബിൻ മുആദിലേക്ക് ചെല്ലാൻ പറ്റും.
പ്രബോധനം നിലക്ക് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. നമുക്കാരെയും ജയിക്കാനോ തോൽപ്പിക്കാനോ അല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദീൻ എന്ന സത്യത്തിന്റെ ദീൻ ജനമനസ്സുകളിലേക്ക് പകരുക എന്നത് ഒരു നസീഹത്താണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. അദ്ദേഹം പ്രാർത്ഥനയോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് മനുഷ്യന്റെ കൽബ് തുറന്നു കിട്ടണേ അല്ലാ എന്ന പ്രാർത്ഥനയോടെ അയാൾ കടന്നു വരുമ്പോൾ അയാൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കാത്തിരുന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് ഞങ്ങളുടെ നേതാവ് വന്നിട്ടുണ്ട്, വേഗം പോകാൻ, ഈ പണിയൊന്നും നടക്കില്ല. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ പോയിക്കോളാം, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്, ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഞങ്ങൾ നിങ്ങളോട് അവതരിപ്പിക്കാം, എന്നിട്ട് അത് കേട്ട് നോക്കിയിട്ട് ഒരു മോശപ്പെട്ട കാര്യമാണ്, ഞങ്ങൾക്ക് പറ്റാത്തതാണ്, അത് സമ്മതിക്കാത്തതാണെങ്കിൽ ഞങ്ങൾ പോയിക്കോളാം. ശരി, നിങ്ങൾ പറയാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇന്നതാണ് വിഷയം. ലോകത്തെ ഈ മുഴുവൻ സൗകര്യങ്ങളും ഒരുക്കി ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ കോടാനുകോടി അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ച് അല്ലാഹുവിനോട് അതിന് ആവശ്യപ്പെട്ടത് അല്ലാഹനെ മാത്രം ആരാധിക്കുക എന്ന കാര്യമാണ്. ആ ആരാധന അല്ലാഹു കൊടുക്കുമ്പോൾ അതിൽ ഒരാളെ പങ്കു ചേർക്കാതിരിക്കണം എന്ന് മാത്രം അല്ലാഹു ആവശ്യപ്പെടുന്നുള്ളൂ. അത് ചെയ്യരുത്, ശിർക്ക് ചെയ്യരുത്, അത് അല്ലാഹു കൊടുക്കൂല, അതല്ലാത്തത് അല്ലാഹു കൊടുത്തരും. അതുകൊണ്ട് അല്ലാഹനെ മാത്രം ആരാധിക്കണമെന്ന് പറയാനാണ് ഞങ്ങളെ പറഞ്ഞയച്ചത്. സത്യസന്ധമായ നസീഹത്തോടെയുള്ള നിഷ്കളങ്കമായ നീയത്തോടുകൂടെ കൽബിൽ നിന്ന് വന്ന വാക്ക് ആ മനുഷ്യന്റെ കൽബിനെ കീഴടക്കിയെന്നാൽ നാവിൽ നിന്ന് വരുന്ന വാക്കുകളും കൽബിൽ നിന്ന് വരുന്ന വാക്കുകളും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. ആ മനുഷ്യന്റെ കൽബിനെ കീഴടക്കി. ആ മനുഷ്യന് ബോധ്യപ്പെട്ടു, ശരിയാണ്, ഈ ലോകത്ത് കാണുന്ന ശ്വസിക്കുന്ന ഒരു സെക്കൻഡ് നേരത്തേക്കോ 2 സെക്കൻഡ് നേരത്തേക്കോ ഒരു ബ്ലോക്ക്, ഒരു തടസ്സം നേരിട്ടാൽ വിലമതിക്കാനാകാത്ത ഈ ശ്വസനവായു പോലും അല്ലാഹുവിന്റെ സൗഭാഗ്യമാണ്. അയാൾ തിരിച്ചുപോയി, വന്നത് പോലെയല്ല തിരിച്ചുപോയത്. അപ്പൊ സാധുമാൻ ചോദിച്ചു, നല്ല ഇത് പോയ ആവേശവും ശൗര്യവും ഒന്നും കാണില്ലല്ലോ, അവർക്ക് എന്തൊക്കെയോ പറയാണ്ട്, നിങ്ങളത് കേൾക്കണം എന്ന് പറഞ്ഞു. ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞില്ല. അങ്ങനെ മഹാനായ കടന്നു ചെല്ലുകയാണ്. ഉള്ളിൽ പ്രാർത്ഥനയുടെ എണ്ണമേറെയായി, ആശയുടെയും ആശങ്കയുടെയും ദൂരം വല്ലാതെയായി. അങ്ങനെ അദ്ദേഹം ചെന്നിട്ട് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തു, കുറച്ചോനെ ഈ നല്ല ദീനി മനുഷ്യന്റെ മനസ്സിനെ കീഴടക്കലെന്ന പ്രാർത്ഥനയോടുകൂടെ ആ മനുഷ്യനോട് അല്ലാഹുവിന്റെ തൗഹീദ് ഇങ്ങനെ കൃത്യമായി, ലളിതമായി, സുന്ദരമായി, ആത്മാർത്ഥമായി നസീഹത്തോടുകൂടെ പറഞ്ഞു. മുൻധാരണകളില്ലാത്ത, പിടിവാശികളില്ലാത്ത, സത്യമന്വേഷിക്കുന്ന മനസ്സുകൾക്ക് സത്യം കണ്ടെത്താൻ എളുപ്പമാണ്. മഹാനായ സഅദ് എന്ന മനുഷ്യൻ ഇസ്ലാം സ്വീകരിക്കുക. നമുക്കറിയോ, അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന പ്രവാചകൻ എവിടെയുള്ളത്? അദ്ദേഹം മക്കയിലാണ്. മഹാനായ റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് ചെല്ലുക. ചെന്നിട്ട് റസൂലുള്ളാഹിന്റെ കയ്യിൽ തന്റെ കൈകൾ വെച്ചിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രായം 31 വയസ്സ്. ഞാനത് പറഞ്ഞതറിയോ, പിന്നീട് ബദറിന്റെ ചരിത്രം നോക്കുമ്പോൾ കാണാം, അൻസാരികളായ ആളുകളുടെ, മദീനക്കാരായ ആളുകളുടെ ആളായി സംസാരിക്കുന്നത് നേതാവായിരിക്കുന്നത് സാധുമാണെന്ന്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചെന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ട് അദ്ദേഹം തന്റെ ഗോത്രത്തിലേക്ക് പോവാണ്. ബനു അബ്ദുൽ അശ്ഹൽ എന്ന ഗോത്രത്തിലേക്ക് ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ ഗോത്രത്തിന്റെ നേതാവാണ്. എന്ന് പറഞ്ഞു, ഇന്ന കലാമക്കും അലൈഹി ഹറാം, നമ്മളൊരു വർത്താനമല്ല കേട്ടോ, ഇനി ഞാൻ നമ്മളൊരു വർത്താനല്ല, എനിക്ക് നിങ്ങളോടുള്ള സംസാരം ഹറാമാണ്, നിഷിദ്ധമാണ്, ഞാൻ മിണ്ടൂല. ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദ, ഏകനായ അല്ലാഹുവിനെ, ഏകനായ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു ഏകനാണ്, അല്ലാഹു സർവ്വ ആളുകൾക്കും ആശ്രയമായിട്ടുള്ളവനാണ്. അല്ലാഹുവിനാരുടെയും സന്താനമില്ല, അല്ലാഹുവിനാകട്ടെ സന്താനവുമില്ല, അല്ലാഹുവിനെ പോലെ ഒരാളുമില്ല. ആരാധനയിലും തന്റെ സത്തയിലും തന്റെ പ്രവർത്തനങ്ങളിലും തന്റെ നാമഗുണവിശേഷണങ്ങളിലും ഏകനായ, തുല്യമില്ലാത്ത, പകരക്കാരനില്ലാത്ത അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. ആ റബ്ബിൽ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവൂ. അതുവരെ ഞാനുള്ളൊരു വർത്താനല്ല പറഞ്ഞത്. നിങ്ങൾക്കറിയോ, ആ ഗോത്രത്തിലെ മുഴുവൻ ആളുകളും അദ്ദേഹത്തിൽ വിശ്വസിച്ചു. അത്രയും അംഗീകരിച്ചു.
അംഗീകരിക്കപ്പെടുന്ന ഒരു നേതാവായിരുന്നു മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു. എത്രാമത്തെ വയസ്സിൽ? 31-ാമത്തെ വയസ്സിൽ. ആ മുഴുവൻ ജനങ്ങളെയുമായി, തന്നിൽ വിശ്വസിച്ച ജനങ്ങളെയുമായി, ഒരു ഗോത്രത്തെയുമായിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാണ്. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് മുഴുവൻ പറഞ്ഞു തീർക്കാനുള്ള സമയമില്ല. നിങ്ങൾ പഠിക്കേണ്ട അധ്യായമാണ് സഅദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ 36-ാമത്തെയോ 37-ാമത്തെയോ വയസ്സിൽ അദ്ദേഹം മരിക്കുന്നു. ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തിന് ഏറ്റ ഒരു അമ്പ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കി അതിൽ നിന്ന് രക്തം ഇങ്ങനെ വാർന്നൊഴുകിയിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ടെന്റ് കെട്ടാൻ മദീന പള്ളിയിൽ റസൂലുള്ളാഹി അവിടെ വെച്ച്